ദുരന്തർ 2 വേൾഡ് വൈഡ് റിലീസായിട്ട് സിനിമ ഇന്നലെയാണ് എത്തിയത്. ഫസ്റ്റ് പാർട്ട് കണ്ടവരെന്തായാലും സെക്കൻഡ് കാണാതിരിക്കത്തില്ല. വലിയ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു സിനിമയാണ്. എന്തായാലും സിനിമ കാണാൻ വേണ്ടി ഇന്നലെ നമ്മൾ തിയേറ്ററിലെത്തി. 5 മണിക്കായിരുന്നു ആദ്യ ഷോ ഈവനിങ്. പക്ഷേ 6 മണിയായിട്ട് സിനിമ തുടങ്ങിയില്ല. ലാസ്റ്റ് പിന്നെ തിയേറ്ററിൽ ഭയങ്കര പ്രശ്നമൊക്കെ ആയി. അവർ പറഞ്ഞ് കണ്ടന്റ് ലോഡാകുന്നില്ല, പ്രശ്നമാണെന്ന് പറഞ്ഞ്. ഇന്ത്യയിൽ ഒട്ടാകെ മിക്ക തിയേറ്ററുകളിലും ഈ ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നമുക്ക് രാത്രി 10:45 സിനിമ തുടങ്ങിയത്. തീർന്നപ്പോൾ ഏതാണ്ട് നേരം വെളുത്തു. അതുകൊണ്ടാണ് നമ്മൾ റിവ്യൂ ചെയ്യാൻ അല്പം വൈകിപ്പോയത്. ആദിത്യദാർ കഥ എഴുതി സംവിധാനം ചെയ്ത് അദ്ദേഹം തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള സിനിമ. ലോകേഷ് ദാറും പ്രൊഡ്യൂസറാണ്. ബീർ സിംഗ്, സഞ്ജയ് ദത്ത്, ആർ മാധവൻ, അർജുൻ രാംപാൽ, ശ്രായ അർജുൻ. നമ്മൾ ഈ ഫസ്റ്റ് കണ്ടതും സെക്കൻഡ് കണ്ടതും തമ്മിൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഈ സെക്കൻഡിനെക്കാട്ടി കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് തന്നെയാണ്. കാരണം അതിനകത്ത് അക്ഷയ് ഖന്ന എന്ന് പറയുന്ന ആ ഒരു നടൻ്റെ ഒരു പെർഫോമൻസ് അല്ലേ, അത് ഞാൻ ശരിക്കും പ്രതീക്ഷിച്ച ഈ ഒരു സിനിമയ്ക്കകത്ത് അക്ഷയ് ഖന്നയുടെ കാണിക്കുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷേ സിനിമയിൽ ഇത് ചാപ്റ്റർ 1 ആയിട്ടാണ് കാണിക്കുന്നത്. അതായത് രൺവീർ ഏജൻ്റായിട്ട് വരുന്ന ആ സംഭവങ്ങളൊക്കെയാണ് തുടക്കം കാണിക്കുന്നത്. ഫാമിലിയൊക്കെ കാണിക്കുന്നു. കുറച്ച് ഇമോഷണലായിട്ടൊക്കെയാണ് സംഭവം പോകുന്നത്. പക്ഷേ വയലൻസ് രംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല. കൊടൂര മാരകം എന്ന് പറയണം. വയലൻസ് ആണ് സിനിമയ്ക്കകത്ത് കാണിക്കുന്നത്. പിന്നെ മാധവൻ്റെ ക്യാരക്ടർ, അതുപോലെ തന്നെ സഞ്ജയ് ദത്തിൻ്റെ പോലീസുകാരൻ്റെ ക്യാരക്ടർ, ഇവരെല്ലാം ഫസ്റ്റിൽ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെയാണ് ഈ ഒരു സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴും അവരുടെ പെർഫോമൻസ്. പിന്നെ നമുക്ക് എടുത്തു പറയേണ്ടത് അർജുൻ രാംപാൽ. പുള്ളിയാണ് ഇതിനകത്ത് മെയിൻ വില്ലനായിട്ട് വരുന്നത്. നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാറ അർജുൻ ഫസ്റ്റിനകത്ത് വലിയ പ്രാധാന്യമൊന്നും ഇല്ലെങ്കിലും സെക്കൻഡ് പാർട്ടിൽ വരുമ്പോഴത്തേക്ക് അവർക്കും അത്യാവശ്യം നല്ലൊരു സ്പേസ് ഇത് കൊടുക്കുന്നുണ്ട്. പക്ഷെ നല്ല ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സിനിമയുടെ ആ ഒരു എൻഡിങ് പോർഷനിലേക്ക് വരുമ്പോഴത്തേക്ക് കാണാം. ബാക്ക്ഗ്രൗണ്ട് സ്കോർ, അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു കളർ ഗ്രേഡിങ് ഒക്കെ എല്ലാം നൈസായിട്ടുണ്ട്. ഒന്നും അവരുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ ഗംഭീരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഒരു രക്ഷയില്ല. രൺവീർ പൊളിച്ചടിക്ക് പെർഫോം ചെയ്തിട്ടുള്ളൊരു സിനിമയാണ്. റിലീസിന് മുമ്പ് തന്നെ ഏതാണ്ട് 350 കോടിയോളം രൂപ സിനിമ ഭാര്യയെന്നാണ് പറയുന്നത്. നമ്മൾ ഫസ്റ്റിൽ കണ്ട ചില പ്രൊപ്പഗണ്ട സംഭവങ്ങളൊക്കെ, ഇത് ഫുള്ള് പാകിസ്ഥാനിലാണ് ഇതിൻ്റെ ഒരു കഥ നടക്കുന്നത്. കറാച്ചി, ലാഹോർ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നടക്കുന്ന സംഭവങ്ങൾ. നമ്മുടെ രാജ്യത്ത് വന്നിട്ടുള്ള ടെററിസ്റ്റുകളെ കീഴ്പ്പെടുത്തുന്ന ഒരു ഏജൻ്റായിട്ടാണ് രൺവീറിനെ കാണിക്കുന്നത്. അതിനകത്ത് കുറച്ച് ഇമോഷണലായിട്ടുള്ള രംഗങ്ങളും നമ്മളെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തോടുള്ള ഒരു സ്നേഹം അത് പ്രകടിപ്പിക്കുന്ന ചില സംഭവങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം ഉണ്ടാകുന്ന ചില സീനൊക്കെ ഉണ്ട്. പക്ഷേ സിനിമയുടെ കഥ പറയുമ്പോൾ അതിനകത്ത് വ്യക്തമായിട്ടുള്ള പൊളിറ്റിക്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. പൊളിറ്റിക്സ് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2014 മോഡി അധികാരത്തിൽ വരുന്നതും ആ നോട്ട് നിരോധനവും ആ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കള്ളനോട്ട് പാകിസ്ഥാനിൽ നമ്മുടെ നാട്ടിലേക്ക് വരുന്ന സംഭവം, ഇലക്ഷനെ പറ്റിയുള്ള അങ്ങനെ പൊളിറ്റിക്കലി അറിയുന്നവർക്ക് ഈ സിനിമ കുറച്ചും കൂടെ ഒന്ന് കണക്റ്റ് ആകും. കാരണം പൊളിറ്റിക്സ് ആണ് ഈ സിനിമ കൂടുതലും പറയുന്നത്. എന്നാൽ ഇതിനകത്ത് നമുക്ക് ദഹിക്കാത്ത തരത്തിലുള്ള ചില പ്രൊപ്പഗണ്ട സംഭവങ്ങളും ഇതിനകത്ത് കാണിക്കുന്നു. കാരണം നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ, അത് എനിക്കൊന്ന് ഫസ്റ്റിനെക്കാട്ടി കൂടുതൽ പ്രൊപ്പഗണ്ട കാണിക്കുന്നതും സെക്കൻഡ് പാർട്ടിലാണെന്ന് തോന്നുന്നു. അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല എന്നുള്ളതാണ്. ഓൾറെഡി ഒരു സിനിമാറ്റിക് മൂഡിലിരുന്ന് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം തിയേറ്ററിൽ ഇരുന്ന് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ്. 4 മണിക്കൂറാണ് സിനിമയുടെ ദൈർഘ്യം. ഫസ്റ്റ് ഹാഫ് ഏതാണ്ട് 1.25 മണിക്കൂറുണ്ട്. ആ 1.25 മണിക്കൂർ പോകുന്നതൊന്നും നമ്മൾ അറിയത്തില്ല. കാരണം അങ്ങനെയാണ് അത് കൊണ്ടുപോകുന്നത്. സെക്കൻഡ് ഹാഫിലേക്ക് വന്നാലും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ലാഗടി അങ്ങനെയുള്ള സംഭവമൊന്നുമില്ല. കാരണം അന്യായ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെയാണ്. പക്ഷെ ആ ഫസ്റ്റിൽ നമ്മുടെ അക്ഷയ് ഖന്ന വരുന്ന ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ ഒരു സീൻ ഇതിനകത്ത് രൺവീർ വരുന്നുണ്ട്. അവസാനം ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക്കൊന്നും ആ ഫസ്റ്റിന് അത്രത്തോളം വന്നിട്ടില്ല. അല്ലെങ്കിൽ അക്ഷയ് ഖന്ന ചെയ്തിട്ടുള്ള ആ ഒരു സാധനത്തിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് നമുക്ക് ഇതിനകത്ത് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാം. മൊത്തത്തിൽ ഒരു സിനിമാറ്റിക് മൂഡിലിരുന്ന് കണ്ട് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. വയലൻസ് എന്ന് പറഞ്ഞാൽ കൊടൂര വയലൻസ്, മാരക വയലൻസ് സംഭവങ്ങളൊക്കെ ഫസ്റ്റിനെക്കാട്ടിൽ കൂടുതലും ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. സിനിമ നൈസാണ്. സിനിമ തൂക്കി എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. സിനിമ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ സിനിമ കാണുക. മൊത്തത്തിൽ സിനിമ അടിപൊളിയായിട്ടുണ്ട്. കൊള്ളാം.